നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലല്ലേ നമ്മൾക്ക് കൊച്ചു കുട്ടികളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ട്ടോ. വേറെ ആരുടെ അടുത്ത് നമുക്കിങ്ങനെ കുട്ടിക്കളിയിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? പിന്നെ ഞാനിവിടെ ചേട്ടൻ്റെ അടുത്ത് ചിലപ്പോൾ നിൽക്കാറുണ്ട് ട്ടോ കുട്ടികളിൽ. ചേട്ടൻ ആ ഒരു ഇതിൽ എടുക്കാറുണ്ട്. പിന്നെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്തൊക്കെയാണ് ഞാനിങ്ങനെ കുട്ടിക്കളി കളിച്ച് നിൽക്കാറുള്ളത് ട്ടോ. എനിക്കെന്തോ അങ്ങനെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ വയസ്സൊക്കെ ആയിട്ടുണ്ട് ട്ടോ. അത്യാവശ്യം 10, 32 വയസ്സൊക്കെ ആവാറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ കുട്ടിക്കളിയൊക്കെ കളിച്ച് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ണനും കല്യാണിക്കും ചിലപ്പോഴൊക്കെ ബോറടിക്കാറില്ല. ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ കുട്ടികളി കളിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വന്ന സമയത്ത് അവർക്ക് ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കാന്നൊക്കെ പറഞ്ഞ് കല്യാണിന്ന് മൂശാട്ട കയറ്റിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും കേട്ടോ. കണ്ടോ അമ്മ എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് എടുക്കുക. ഇവിടെ അവളുടെ ആ ഒരു ചുണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ വായയിലും കുറച്ച് വെച്ച് കൊടുത്തു മിഠായിയൊക്കെ. അപ്പോൾ കണഞ്ഞിരിക്കുന്നതൊക്കെ പരിമളമായിട്ട് ഞാൻ പറയായിരുന്നു നമ്മളെ സിനിമയിലെ പരിമളത്തിൻ്റെ പോലെയാണ് നിൻ്റെ പല്ലെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം അമ്മയുടെ കയ്യിൽ കണ്ട ആ ബലൂൺ ഇരിക്കുന്നത്, ആ ബലൂൺ ഇപ്പോഴും പൊട്ടിയിട്ടില്ല. കണ്ണൻകുട്ടി ഡിസ്ചാർജും കഴിഞ്ഞ് റിവ്യൂവിന് ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ടും ബലൂൺ പൊട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര അത്ഭുതം തന്നെ. അപ്പം അമ്മ കായ വറുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണി ഓണത്തിന് അമ്മ കായ വറുത്ത് കൊണ്ടുവന്നപ്പോൾ കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇനിയും കൊണ്ടുവന്നോളൂ എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ വറുത്ത് കൊണ്ടുവന്നതുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് ഇങ്ങനെ 2 എണ്ണം കടിച്ച് നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോഴേക്കും പിന്നെ അവർ പോകേണ്ട സമയമായി. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഇരിക്കുള്ളൂ. പിന്നെ അച്ഛന് ലീവിൻ്റെ ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ വീട്ടിലുണ്ടാവും. എന്നാലും അവർക്ക് ഇവിടെ വന്ന് കണ്ണനെയും കല്യാണിനെയും കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കല്യാണി ഇത് അവിടെ വരെ ബൈക്കിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അച്ചാച്ചൻ്റെ കൂടെ ആ വളവ് വരെ ഒന്ന് പോട്ടെ, അർച്ചനാൻ്റിയുടെ വീട് വരെ ഒന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ അവിടെ വരെ നടക്കണം. അങ്ങനെയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെയാണെന്നേ. പിന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ എന്നൊക്കെ വെച്ച് പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ പിന്നെയും പറയും പിന്നെ അതൊന്നും വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ പറയില്ല കേട്ടോ. അത് സാരമില്ല ക്രാവിനെ അവിടെ വരെ കൊണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കല്യാണിക്കുട്ടിക്ക് ഇത്തിരി ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയിടായിരുന്നു കേട്ടോ അവൾ കളിക്കാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്.